വൺ പീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡി ക്ലാൻ മെമ്പറാണ് ബ്ലാക്ക് ബിയർഡ്. ചരിത്രത്തിലാദ്യമായി 2 ഡെവിൾ ഫ്രൂട്ടിന്റെ ശക്തി കൈവശമാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയിലൂടെ ഒപ്പോണൻസിനെ കുഴപ്പിച്ച് അവരെ തന്റെ കെണിയിൽ അകപ്പെടുത്തുന്ന ഒരു തന്ത്രശാലി കൂടിയാണ് ഇദ്ദേഹം. വരാൻ പോകുന്ന മേജർ ഇവന്റുകളിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഈ ഒരു ക്യാരക്ടറിനോട് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വെറുപ്പായിരിക്കും. വൺ പീസ് ആരാധകർക്കിടയിൽ ഒരേ സമയം വെറുപ്പും അതേസമയം ആകാംക്ഷയും സമ്മാനിച്ച ഒരു കഥാപാത്രമാണ് ബ്ലാക്ക് ബിയർഡ്. ചാപ്റ്റർ 223 അനിമെ എപ്പിസോഡ് 146 ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. ഏൻഷ്യൻ കാലഘട്ടം മുതൽക്കേ നിലനിൽക്കുന്ന ഡേവി ലിനിയേജിലുള്ളവരാണ് ഇവർ. വൺ പീസ് വേൾഡിലെ ടോപ്പ് പൈററ്റ്സുകൾക്കിടയിൽപ്പെട്ട ഡേവി ലീ സെബക് അഥവാ റോക്സ് ഡി സെബക്കിന്റെ മകനാണിദ്ദേഹം. അമ്മ ഏറിസ് എന്ന അതേ ക്ലാനിലുള്ള ഒരു സ്ത്രീയും. ഗോഡ് വാലിയാണ് സ്വദേശം. സീരീസിൽ ഏകദേശം 40 വയസ്സോളം പ്രായമുള്ള ഈ ഒരു മനുഷ്യന്റെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് 3 ആണ്. എന്നാൽ ഈ ഒരു കാലയളവ് കൊണ്ട് ഒരു യോങ്കോ ലെവലിലേക്ക് ഉയരാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. അതിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോഡ് വാലി ഇൻസിഡന്റിന് ശേഷം കൂമയാൽ രക്ഷപ്പെട്ട ടീച്ചും തന്റെ അമ്മയും പിന്നീട് എവിടെയായിരുന്നു എന്നത് ഒരു മിസ്റ്ററിയാണ്. എന്നാൽ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച ടീച്ച് താനത് നേടിയെടുക്കാനുള്ള അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ വൈറ്റ് ബിയർഡിന്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിന്റെ ഷിപ്പിൽ ഒരു അപ്രന്റീസായി പൈററ്റ് വേൾഡിലേക്ക് കാലെടുത്തു വെച്ചു. കാലങ്ങൾക്കിപ്പുറം താൻ അന്വേഷിച്ചു നടന്ന ആ ഒരു ഡെവിൾ ഫ്രൂട്ട് തന്റെ സുഹൃത്തും സഹോദര തുല്യനുമായിരുന്ന താച്ചിന്റെ പക്കൽ കണ്ട ബ്ലാക്ക് ബിയർഡ് അദ്ദേഹത്തെ കൊലപ്പെടുത്തി അവിടെ നിന്നും അതുമായി കടന്നു കളയുന്നു. പിന്നീട് തന്റേതായൊരു ക്രൂവിനെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ബ്ലാക്ക് ബിയർഡ് തന്റെ ക്രൂ മെമ്പേഴ്സായി വളരെ പവർഫുൾ ആയവരെ തന്നെ ചൂസ് ചെയ്ത് അവരെ കൂടെ കൂട്ടുന്നു. ശക്തരായ ആളുകളുടെ ഡെവിൾ ഫ്രൂട്ടുകൾ അവരിൽ നിന്നും അപഹരിക്കുക എന്നതായിരുന്നു ഇവരുടെ തുടക്കം. എന്നാൽ അതിന് തനിക്ക് ആ വേൾഡിൽ ഒരു സ്ഥാനമായിരുന്നു ആദ്യം ആവശ്യം. വൈറ്റ് ബിയർഡിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡറും ലൂഫിയുടെ ബ്രദറും പൈററ്റ് കിങ് ഗോൾഡ് റോജറിന്റെ മകനുമായിരുന്ന പോർട്ടുഗസ് ഡി ഏസിനെ പരാജയപ്പെടുത്തുന്നതിലൂടെ താൻ നേടിയെടുത്ത കുപ്രസിദ്ധി മറൈൻസിനിടയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയമായി. അതിലൂടെ ഒരു വാർലോഡായി മാറുന്ന ടീച്ച് പിന്നീട് ബ്ലാക്ക് ബിയർഡ് എന്ന പൈററ്റ് ഗ്രൂപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു. മറൈൻ ഫോർഡിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ വൈറ്റ് ബിയർഡിന്റെ ഡെവിൾ ഫ്രൂട്ട് അപഹരിച്ച് ചരിത്രത്തിലാദ്യമായി 2 ഡെവിൾ ഫ്രൂട്ടിന്റെ പവേഴ്സ് ഉൾക്കൊള്ളുന്ന വ്യക്തിയായി മാറപ്പെട്ടു. വൈറ്റ് ബിയർഡിന്റെ മരണത്തോടെ വാർലോഡ് എന്ന പദവി ഉപേക്ഷിച്ച ടീച്ച് ന്യൂ വേൾഡ് ഭരിക്കുന്ന 4 എംപറേഴ്സിൽ ഒരാളായി മാറുകയും ഏകദേശം 3.9 ബില്യൺ ബെറീസോളം പോകുന്ന ഹയസ്റ്റ് ബൗണ്ടിയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. റോക്കി പോർട്ടിലുണ്ടായ ഇൻസിഡന്റിന് ശേഷം ഹാച്ചിനോസു തന്റെ കൺട്രോളിലാക്കുകയും അത് പിന്നെ തന്റേതായൊരു ബേസാക്കി മാറ്റുകയും ഉണ്ടായി. ബ്ലാക്ക് ബിയർഡ് കിങ്ഡം എന്നൊരു കിങ്ഡം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇമുവിനെ തോൽപ്പിച്ച് ആ വേൾഡിന്റെ ന്യൂ റൂളറായി മാറുക എന്നതാണ് ബ്ലാക്ക് ബിയർഡിന്റെ ലക്ഷ്യം. എന്നാൽ ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കണമെങ്കിൽ വൺ പീസ് എന്ന ആ ഒരു ഹിഡൻ ട്രഷർ കണ്ടെത്തണം. എന്നാൽ അത് കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമുള്ളതും അതുപോലെ ലൂഫിയെ പോലുള്ള ശക്തരായ ഒപ്പോണന്റുകളെ നേരിടേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. ഇനി ബ്ലാക്ക് ബിയർഡിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കിയാൽ ഹാക്കിയോടൊപ്പം ഡെവിൾ ഫ്രൂട്ടിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന ബ്ലാക്ക് ബിയർഡ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് പവർഫുൾ പൈററ്റ് ആണ്. അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ആർമമെന്റ് ഹാക്കിയും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഒബ്സർവേഷൻ ഹാക്കിയിലും നൈപുണ്യനാണ് ഇദ്ദേഹം. 2 ഡെവിൾ ഫ്രൂട്ടിന്റെ പവേഴ്സ് ഉൾക്കൊള്ളുന്നതിനാൽ ഒരേ സമയം 2ന്റെ പവേഴ്സും ഒരു ഒപ്പോണന്റിനു മേൽ പ്രയോഗിച്ച് ഇരട്ടി ഡാമേജുകൾ അവർക്കുണ്ടാക്കുവാൻ സാധിക്കുന്നു. യാമി നോമി അഥവാ ഡാർക്ക് ഫ്രൂട്ട് എന്ന ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉൾക്കൊള്ളുന്നതിനാൽ ഇദ്ദേഹത്തിന് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ മറ്റുള്ളവരുടെ ഡെവിൾ ഫ്രൂട്ട് പവേഴ്സിനെ നള്ളിഫൈ ചെയ്യാനും സാധിക്കുന്നു. ഒരു ബ്ലാക്ക് ഹോൾ പോലെ പ്രവർത്തിക്കുന്ന ഈ ഒരു ഫ്രൂട്ട് ഒപ്പോണന്റിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ മാത്രമല്ലാതെ സറൗണ്ടിങ്സിലുള്ള എല്ലാ വസ്തുവിനെയും വലിച്ചെടുക്കുന്നതിനാൽ ഏതൊരു ഒപ്പോണൻസിനെ സംബന്ധിച്ചും ഈ ഒരു പവർ വലിയൊരു ട്രോമ തന്നെയാണ്. ഗുരാനോമി അഥവാ ട്രമർ ഫ്രൂട്ട് എന്ന പാരമീഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കൂടി ഉൾക്കൊള്ളുന്നതിനാൽ ഷോക്ക് വേവുകൾ നിർമ്മിച്ച് ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാനും സുനാമിയാൽ ഏവരെയും വൈപ്പ് ഔട്ട് ചെയ്യാനും ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിനെ കൊണ്ടും സാധിക്കും. തന്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ പ്രതിഫലിപ്പിക്കുവാനാണ് പൈററ്റ് ഫ്ലാഗിൽ 3 സ്കളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡി ക്ലാനിൽ വെച്ച് മരണത്തെ വളരെ ഭയത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ടീച്ച്. മറ്റുള്ളവർ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുമ്പോൾ ഇദ്ദേഹം ഏറെ ഭയത്തോടെയാണ് നേരിടുന്നത്. SBS ഇന്റർവ്യൂവിൽ ഓഡയോട് ബ്ലാക്ക് ബിയർഡിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബ്ലാക്ക് ബിയർഡിന്റെ റിയൽ വേൾഡ് നാഷണാലിറ്റിയായി മെൻഷൻ ചെയ്തത് സൊമാലിയയും, കൂടാതെ ഇദ്ദേഹത്തിന്റെ ഹാബിറ്റ് എന്ന് പറയുന്നത് ചെറി പൈസ ഏറെ ഇഷ്ടമുള്ള ആളാണെന്നും ബിറ്റർ ഫുഡുകൾ ഇഷ്ടമല്ല എന്നുമാണ്. ബ്ലാക്ക് ബിയർഡ് ഒരിക്കലും ഉറങ്ങാറില്ല എന്നതിന് കാരണം തന്റെ യുണീക്കായിട്ടുള്ള എബിലിറ്റിയായ നോൺ ഹ്യൂമൻ നേച്ചർ കാരണമാണെന്നും അഥവാ മൾട്ടിപ്പിൾ സോൾസ് തന്റെ ഉള്ളിൽ നിലനിൽക്കുന്നതിനാലാണെന്നും പറയപ്പെടുന്നു. ചില യുണീക്ക് ലിനിയേജിൽ ജനിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയൊരു എബിലിറ്റി ഉണ്ടാവുകയുള്ളെന്നും ഇതുമൂലമാണ് സൊറോയും ലൂഫിയും ദേ എന്ന് ബ്ലാക്ക് ബിയർഡിനെ മെൻഷൻ ചെയ്തതും. ഇനി ഇദ്ദേഹം ലൂഫിയെ പോലെ തന്നെ ഹൈലി അംബീഷ്യസ് ആയ ഒരാളാണ്.
ഒരു കോയിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ലൂഫിയും ടീച്ചും. ഒരാൾ നന്മയാണെങ്കിൽ മറ്റൊരാൾ വില്ലനായിരിക്കും. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിയറിയാണ് 1138 ഫൈനൽ പാനലിൽ സാറ്റേൺ മെൻഷൻ ചെയ്യുന്ന ഹാഫ് മൂൺ പീപ്പിൾ എന്നത്. ഇങ്ങനെയുള്ള ലിനേജിൽ ജനിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാർന്ന ഒരു വില്ലോട് കൂടി ജനിക്കുന്നവരായിരിക്കും. അതായത് രണ്ട് ടൈപ്പ് വിൽ ഓഫ് ഡേ. ഒന്ന് ഫുൾ മൂൺ പീപ്പിൾസ്, നമ്മുടെ ലൂഫി റോജറിനെയൊക്കെ പോലുള്ളവരും. രണ്ട് ഹാഫ് മൂൺ പീപ്പിൾസ്, ടീച്ച് റോക്സിനെ പോലുള്ളവർ. ഇങ്ങനെയുള്ളവർ ഈ വേൾഡിന്റെ ഡിസ്ട്രക്ഷന് വേണ്ടി ജനിക്കുന്നവരും മറ്റുള്ളവർ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുവാൻ ജനിക്കുന്നവരുമായിരിക്കും. ഹാഫ് മൂൺ പീപ്പിൾസിന് മൾട്ടിപ്പിൾ ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതിലൂടെ ഇവരുടെ ഉള്ളിലുള്ള ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുമെന്നും പറയപ്പെടുന്നു. ഈ ഒരു കാരണത്താലാണ് ഇവർക്ക് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ സാധിക്കാത്തതെന്നും പറയപ്പെടുന്നു. അതായത് ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ മറ്റു രണ്ടുപേർ ഉറങ്ങുന്നു. ഇനി അവസാന സാഗയിൽ ഇദ്ദേഹമായിരിക്കുമോ അതോ ഇമു ആണോ ഫൈനൽ ബോസ് എന്നത് എക്കാലത്തും ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ രണ്ടുപേരും, അതായത് ലൂഫിയും ബ്ലാക്ക് ബിയർഡും വിൽ ഓഫ് ഡേ ക്യാരി ചെയ്യുന്നവരാണ്. ഇരുവർക്കും പൈററ്റ് കിങ് ആകണമെന്നുള്ള അംബീഷനുണ്ട്. എന്നാൽ ഇരുവരുടെയും മെയിൻ ശത്രു ഇമു ആണ്. അതിനാൽ ഒരുപക്ഷെ ഒരു ടീമപ്പിലേക്ക് വഴിതെളിയിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. ഇനി അതുമല്ലെങ്കിൽ കോബിയും ലൂഫിയും ചേർന്നുകൊണ്ട് ഒരു ടീമപ്പിലേക്ക് വരികയും ബ്ലാക്ക് ബിയർഡിനെ ആ വേൾഡിൽ നിന്നും തുടച്ചു നീക്കുക എന്നതും ഒരു പോസിബിൾ തിയറിയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.